നമസ്കാരം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വീടിനുള്ളിൽ ഇരിക്കണമെങ്കിൽ എസിയോ ഫാനോ നിർബന്ധമാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം ദിവസവും ചൂട് വർദ്ധിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിന് പല വഴികളും ജാഗ്രതാ നിർദ്ദേശങ്ങളും സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വെയിലിൽ പണിയെടുത്ത് തളർന്നായിരിക്കും വൈകുന്നേരങ്ങളിൽ പലരും വീടുകളിൽ എത്തുന്നത്. ഒന്ന് വിശ്രമിക്കാൻ കഴിയുന്ന കുറച്ചു മണിക്കൂറുകൾ, അപ്പോഴായിരിക്കും KSEBയുടെ വക ലോഡ് ഷെഡിംഗ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു കാണും. രാത്രികാലങ്ങളിൽ ചൂട് കൂടി വരുന്ന സാഹചര്യമാണ്. ഈ നേരത്ത് പവർ കട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വലയുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പ് പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലം കൂടിയാണ്. വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെല്ലാം തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ വീടുകളിൽ പവർ കട്ട് ഉണ്ടാകുന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബോർഡിന് സർക്കാർ നൽകാനുള്ള വൻ കുടിശ്ശിക നൽകിയില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമെന്നാണ് ഇത് സംബന്ധിച്ച് നൽകിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. വേണ്ട തോതിൽ മഴ ലഭിക്കാത്തതുകൊണ്ടും കടുത്ത വേനലായതുകൊണ്ടും ജലസംഭരണികളിലെല്ലാം വെള്ളം കുറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വൈദ്യുതിക്കായുള്ള ദീർഘകാല കരാറുകൾ റദ്ദായതോടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിക്കുന്നുമില്ല. ഓപ്പൺ സോഴ്സിൽ നിന്ന് വൈദ്യുതി വാങ്ങണമെങ്കിൽ മുൻകൂറായി പണം നൽകണം. അതിനുള്ള കോടികൾ ബോർഡിന്റെ കൈവശമില്ല എന്നാണ് പറയുന്നത്. വൈദ്യുതി ബിൽ കുടിശ്ശിക പെരുകിയതും തുടർച്ചയായി ബോർഡ് നഷ്ടത്തിലായത് മൂലം വായ്പ വിലക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് റിസർവ് ബാങ്ക് KSEBയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിപ്പോയാൽ KSEBയുടെ മട്ടും ഭാവവും മാറും. ഒരു മുന്നറിയിപ്പും കൂടാതെ വീടുകളിൽ ചെന്ന് ഫീസ് ഊരാൻ ഇവർ ഒരു മടിയും കാണിക്കാറില്ല. പക്ഷേ ഈ ഉത്സാഹമൊന്നും സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള ഭീമമായ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ കാണിക്കുന്നുമില്ല. സർക്കാർ ഉത്തരവിലൂടെ കർശനമായ നിലപാട് കൈക്കൊണ്ടാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒട്ടാകെ 1768.80 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശികയാണ് ഏറ്റവും കൂടുതൽ. ഇത് തീർപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചെങ്കിലും വിജയിച്ചില്ല. കുടിവെള്ള വിതരണം മുടങ്ങുമെന്നതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വിച്ഛേദിക്കാനുമാവില്ല. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക 1086.15 കോടിയാണ്. മൊത്തം വിവിധ വിഭാഗങ്ങളിലായി 3585.67 കോടി രൂപ പിരിച്ചു കിട്ടാനുണ്ട്. ചില സ്വകാര്യ കമ്പനികൾ ജീവനക്കാരുടെ ഒത്താശയോടെ വൈദ്യുതി മോഷണവും തട്ടിപ്പുമൊക്കെ പതിവാക്കിയിട്ടുണ്ട്. ഇതൊന്നും കണ്ടുപിടിക്കാനോ നടപടി സ്വീകരിക്കാനോ ബോർഡ് തയ്യാറായിട്ടില്ല. ഗ്രീൻ കോറിഡോറിനായി ലഭിച്ച ജർമ്മൻ ബാങ്കിന്റെ 60 കോടി 4 മാസമായിട്ടും കൈമാറിയിട്ടില്ല. നബാർഡിന്റെ 40 കോടിയാകട്ടെ 7 മാസമായിട്ടും നൽകിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരു പറഞ്ഞാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കാതിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ തന്നെ ഇതിന് ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ചൂട് കൂടുന്നത് കാരണം ജനം അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ്. സ്വാഭാവികമായും വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ കുടിവെള്ളക്ഷാമം സംസ്ഥാനത്ത് രൂക്ഷമായി വരികയാണ്. ഇതിനൊപ്പം വൈദ്യുതി കൂടി പ്രതിസന്ധിയിലായാൽ ജനം അക്ഷരാർത്ഥത്തിൽ വലയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ മുൻകൈ എടുക്കണം. സാധാരണ ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. വാർത്തയുടെ നിറം തേടി തനി നിറം.